1996 കേരളം കൈയടിച്ച AK ആന്റണിയുടെ മാസ്റ്റർ സ്ട്രോക്ക്. ആദർശത്തിന്മേലെടുത്തൊരു തീരുമാനം. അതിൻ്റെ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമായിരുന്നു? നമുക്ക് നോക്കാം. AK ആന്റണി സർക്കാരിൻ്റെ ചാരായ നിരോധനം. ജൂൺ 24 അധികാരമേറ്റ കരുണാകരൻ മന്ത്രിസഭ ISRO ചാരക്കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചുഴറ്റിയുലയുകയും 1996 മാർച്ച് 16 കരുണാകരൻ ഉൾപ്പെടെ എല്ലാ മന്ത്രിമാരും മന്ത്രിസ്ഥാനം രാജിവെക്കുകയും ചെയ്തു. മന്ത്രിസഭ പിരിച്ചുവിട്ടില്ല. അതിനാൽ ഒരു തിരഞ്ഞെടുപ്പ് അവിടെ നടന്നില്ല. 1993 നരസിംഹറാവു മന്ത്രിസഭയിൽ കേന്ദ്ര സിവിൽ സപ്ലൈസ് മന്ത്രിയായിരുന്ന AK ആന്റണി പഞ്ചസാര കുംഭകോണവുമായി ബന്ധപ്പെട്ട് തന്റെ മന്ത്രാലയത്തിന് നേരെ ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് 1995 ഫെബ്രുവരിയിൽ രാജിവെച്ചു. കരുണാകരന്റെ പകരമായി 1995 മാർച്ച് 22 ശ്രീ AK ആന്റണിയുടെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ കേരളത്തിൽ രൂപീകൃതമായി. മുഖ്യമന്ത്രി ആയ ശേഷം 6 മാസത്തിനുള്ളിൽ നിയമസഭാംഗമാകണം എന്ന് ഭരണഘടനാപരമായ നിബന്ധനയുള്ളതിനാൽ അദ്ദേഹം രാജ്യസഭാംഗത്വം രാജിവെച്ചു. തുടർന്ന് തിരൂരങ്ങാടി മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും നിയമസഭയിലേക്ക് അവിടെ നിന്നും തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 1995 മാർച്ച് 22 അധികാരമേറ്റ ആന്റണി 96 മെയ് 9 അധികാരമൊഴിയുന്നത് കേരളത്തെ പിടിച്ചുകുലുക്കിയ ഒരു വൻ തീരുമാനത്തോടെയാണ്. സമ്പൂർണ്ണ ചാരായ നിരോധനം, ദ മാസ്റ്റർ സ്ട്രോക്ക്. അന്ന് മിക്കവാറും എല്ലാ കള്ളുഷാപ്പുകളോടും അനുബന്ധിച്ച് ചാരായം വിൽക്കാൻ പ്രത്യേക അനുമതിയുള്ള ചാരായ ഷാപ്പുകൾ ഉണ്ടായിരുന്നു. സാധാരണയായി കുപ്പിക്കണക്കിനല്ല, മറിച്ച് ഗ്ലാസുകളിലോ ചെറിയ പാത്രങ്ങളിലോ ഒക്കെയാണ് അളന്നു നൽകിയിരുന്നത്. വിദേശ മദ്യത്തെ അപേക്ഷിച്ച് വളരെ വില കുറവായതുകൊണ്ട് സാധാരണക്കാരായ തൊഴിലാളികളായിരുന്നു ഇതിന്റെ പ്രധാന ഉപയോക്താക്കൾ. സർക്കാർ അംഗീകാരമുള്ള വലിയ ഡിസ്റ്റിലറികളിലാണ് ചാരായം ശാസ്ത്രീയമായി നിർമ്മിച്ചിരുന്നത്. ശർക്കരപ്പാനിയും ഈസ്റ്റും ചേർത്ത് പുളിപ്പിച്ചാണ് പ്രധാനമായും ഇത് നിർമ്മിക്കുന്നത്. സർക്കാർ ഡിസ്റ്റിലറികളിൽ നിന്ന് നിർമ്മിക്കുന്ന ചാരായം സീൽ ചെയ്ത വീപ്പകളിലോ ക്യാനുകളിലോ ആണ് ഷാപ്പുകളിലേക്ക് എത്തിച്ചിരുന്നത്. ഓരോ വർഷവും ഷാപ്പുകൾ നടത്താനുള്ള അവകാശം സർക്കാർ പരസ്യമായി ലേലം ചെയ്ത് വിളിക്കും. ഏറ്റവും കൂടുതൽ ലേലത്തുക വിളിക്കുന്ന വ്യക്തിക്കോ ഗ്രൂപ്പിനോ ആ പ്രദേശത്തെ ചാരായ വിൽപ്പനയ്ക്കുള്ള അബ്കാരി ലൈസൻസ് നൽകും. കല്ലുവാതുകൽ കേസിലെ മണിച്ചനെ പോലെയുള്ളവർ ഇത്തരം ലേലങ്ങളിലൂടെയാണ് അബ്കാരി രംഗത്തെ പ്രബലരായി മാറിയത്. സർക്കാരിന് അതിൽ നിന്നും ഏകദേശം 400 കോടി രൂപയുടെ വരുമാനം പെട്ടെന്ന് നഷ്ടമായി. ഈ വരുമാനക്കുറവ് നികത്താൻ സർക്കാരിന് മറ്റു നികുതികൾ വർദ്ധിപ്പിക്കേണ്ടി വന്നു. ചാരായം നിരോധിക്കപ്പെട്ടതോടെ സാധാരണ കുടിയന്മാർ കൂടിയ വില കൊടുത്ത് വിദേശ മദ്യം വാങ്ങേണ്ടി വന്നു. ആവശ്യകത വർദ്ധിച്ചതോടെ കൂടുതൽ ബെവ്കോ ഔട്ട്ലെറ്റുകൾ ആരംഭിക്കാൻ സർക്കാർ മുൻകൈയെടുത്തു. ഇത് സർക്കാരിന്റെ വരുമാനം വീണ്ടും കൂട്ടിയെങ്കിലും സാധാരണക്കാരുടെ ചിലവും ഇതനുസരിച്ച് കൂടി. 1996 ഏപ്രിൽ 1 ചാരായ നിരോധിച്ച ആന്റണി സർക്കാർ തൊട്ടു പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി നേരിട്ടു. ചാരായ നിരോധനം സ്ത്രീകൾക്കിടയിൽ വലിയ സ്വീകാര്യത നൽകുമെന്ന് കരുതിയെങ്കിലും തിരഞ്ഞെടുപ്പിൽ UDF പരാജയപ്പെടുകയും EK നായനാരുടെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ അധികാരമേൽക്കുകയും ചെയ്തു. പുതിയതായി വന്ന നായനാർ സർക്കാർ പല നയങ്ങളും മാറ്റിയെങ്കിലും ആന്റണി കൊണ്ടുവന്ന ചാരായ നിരോധനം പിൻവലിക്കാൻ അവരും തയ്യാറായില്ല. സർക്കാർ തലത്തിലുള്ള ഉൽപാദനം നിലച്ചതോടെ വ്യാജമദ്യ മാഫിയ ആ വിപണി കൈയടക്കി. ശുദ്ധമായ എഥനോൾ മെഥനോളിനെ അപേക്ഷിച്ച് വളരെ വില കൂടിയതാണ്. വ്യവസായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന മെഥനോൾ അക്കാലത്ത് വളരെ കുറഞ്ഞ വിലയ്ക്ക് തന്നെ ലഭിക്കുമായിരുന്നു. എഥനോളിന്റെ ഉൽപാദനത്തിലും വിതരണത്തിലും സർക്കാരിന് വളരെ കർശനമായ നിബന്ധനകളുണ്ട്. എന്നാൽ പെയിന്റ്, വാർണിഷ് തുടങ്ങിയ വ്യവസായങ്ങളിൽ ലായകമായി ഉപയോഗിക്കുന്ന മെഥനോൾ മാഫിയകൾക്ക് എളുപ്പത്തിൽ സംഘടിപ്പിക്കാൻ സാധിച്ചു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് മാരകമായ സ്പിരിറ്റും മെഥനോളും വലിയ തോതിൽ കേരളത്തിലേക്ക് ഒഴുകാൻ തുടങ്ങി. ഇതാണ് 2000 മണിച്ചനെ പോലെയുള്ളവർ കല്ലുവാതുക്കൽ ദുരന്തം പോലെയുള്ള ദുരന്തങ്ങൾ സൃഷ്ടിക്കാൻ കാരണമായത്. വരും വരായികകൾ കൃത്യമായി പഠന വിധേയമാക്കാതെയുള്ള സർക്കാർ തീരുമാനങ്ങൾ പ്രവചനാതീതമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും എന്നതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമായിരുന്നു ആന്റണി സർക്കാരിന്റെ ചാരായ നിരോധനവും അതേ തുടർന്നുണ്ടായ മദ്യമാഫിയകളുടെ ഉദയവും കല്ലുവാതുക്കൽ വിഷമതി ദുരന്തം പോലെയുള്ള കറുത്ത ഏടുകളും. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നിസ്സാരമെന്ന് തോന്നുന്ന ചില രാഷ്ട്രീയ തീരുമാനങ്ങളിൽ പോലും പഠനങ്ങൾ നടക്കേണ്ടതിന്റെ ആവശ്യകത എത്രമാത്രമെന്ന് ഈ ചാരായ നിരോധനം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കല്ലുവാതുക്കൽ വിഷമതി ദുരന്തത്തെ പറ്റി സംസാരിക്കാം. ജയ് ഹിന്ദ്.